നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ വൻ കുതിപ്പ് നടത്തുന്നു എന്നതിൽ സംശയമില്ല. UAE ആണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഗൾഫിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ തന്നെയും സൗദി അറേബ്യയുടെ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. സൗദി അറേബ്യ വൻ കുതിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും ശക്തമായ തൊഴിലവസര വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. 2022 അവസാനത്തോടെ എണ്ണ ഇതര കമ്പനികൾ ബിസിനസ് പ്രവർത്തനങ്ങളിൽ വലിയ വർധനവ് ഉണ്ടാക്കിയതായിട്ടും ഇത്തരമൊരു നേട്ടത്തിലേക്ക് രാജ്യത്തെ നയിച്ചതും എടുത്തു പറയുകയാണ്. SNP സമാഹരിച്ച പർച്ചേസിംഗ് മാനേജർമാരുടെ ഒരു സർവേ പ്രകാരം ബിസിനസ് പ്രവർത്തനത്തിലെ ഉയർച്ച തൊഴിലവസരങ്ങളുടെ വർധനവിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കണ്ടതിൽ വെച്ച് 2022 അത് ഏറ്റവും ശക്തമായിരുന്നു എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയിൽ വർദ്ധിച്ച തൊഴിലവസരങ്ങളുടെ നേട്ടം സ്വന്തമാക്കിയവരിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികളുമുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ജോലിയും വേതനവും മുമ്പ് വിചാരിച്ചത് വളരെ ഉയർന്നതാണെന്ന് റിയാദ് ബാങ്കിലെ ചീഫ് എക്കണോമിസ്റ്റ് നായിഫ് അൽ ഗൈത്ത് അഭിപ്രായപ്പെടുകയാണ്. ഏകദേശം 5 വർഷത്തിനിടെ തന്നെ എണ്ണ ഇതര മേഖലയിൽ തൊഴിലവസരങ്ങൾ ഇത്ര ശക്തമായിരുന്നില്ല. സൗദി വിഷൻ 2030 കീഴിൽ സ്വകാര്യ മേഖലയെ പിന്തുണയ്ക്കുന്ന നിലവിലുള്ള പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ ഇത്തരമൊരു നേട്ടത്തിന് കാരണമായി പറയുന്നത്. എണ്ണ ഇതര പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും 2022 അവസാനത്തോടെ ശക്തമായ തൊഴിൽ വിപണിയും കാരണം ഡിസംബറിലും പ്രവർത്തന സാഹചര്യങ്ങൾ അനുകൂലമായി തുടരുകയാണ്. രാജ്യത്തെ ജോലിയും വേതനവും മുമ്പ് വിചാരിച്ചതിലും വളരെ ഉയർന്നതാണ് എന്നും അൽ ഗൈത്ത് വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഡിസംബറിലെ ഡാറ്റ വരാനിരിക്കുന്ന വർഷത്തിലെ ശുഭാപ്തി വിശ്വാസത്തോടെ 4ാം പാദത്തിലെ തുടർച്ചയായ വളർച്ചയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇത് എണ്ണ ഇതര GDPയുടെ വളർച്ച 2023 4% കവിയാൻ ഞങ്ങളെ സഹായിച്ചു. സർവേ പ്രകാരം വളർച്ചാ നിരക്ക് ഡിസംബറിലെ 7 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് കുറഞ്ഞെങ്കിലും ബിസിനസ് പ്രവർത്തനത്തിലെ മറ്റൊരു ശക്തമായ വർധനയുടെ ഫലമാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇതുകൂടാതെ കമ്പനികൾ പ്രധാനമായും പ്രവർത്തനത്തിലെ വളർച്ചയെ ഉയർന്ന വിൽപ്പനയുമായും വിപണി ആവശ്യകത മെച്ചപ്പെടുത്തുന്നതുമായും വ്യക്തമാക്കുന്നു. പുതിയ ഓർഡർ വരവ് കുത്തനെ ഉയർന്നിട്ടുമുണ്ട്. സർവേയിൽ പങ്കെടുത്ത 30% സ്ഥാപനങ്ങളും ഒരു മാസം മുമ്പത്തെ അപേക്ഷിച്ച് വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരീക്ഷിച്ച 4 മേഖലകളിലും വിൽപ്പന ഉയർന്നപ്പോൾ സേവനദാതാക്കൾക്കിടയിലാണ് ഏറ്റവും ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. വിദേശത്തു നിന്നുള്ള പുതിയ ഓർഡറുകളിലും കുത്തനെയുള്ള വർധനവ് രേഖപ്പെടുത്തി. മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന ഡിമാൻഡാണ് ഇതിന് കാരണമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതുകൂടാതെ വിൽപ്പന വർദ്ധിച്ചതോടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സൗദി അറേബ്യൻ സ്ഥാപനങ്ങൾ ഡിസംബറിൽ തങ്ങളുടെ തൊഴിൽ എണ്ണം വിപുലീകരിച്ചതായി സർവേ പറയുന്നു. ഏകദേശം 5 വർഷത്തിനിടയിൽ തന്നെ ഏറ്റവും വേഗമേറിയ തൊഴിലവസരങ്ങളുടെ തോതാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റാഫ് കപ്പാസിറ്റിയിലെ വർധനവ് കമ്പനികളെ 7ാം മാസത്തെ കുടിശ്ശിക ജോലികൾ കുറയ്ക്കാനും സഹായിച്ചിരിക്കുകയാണ്. എന്നാൽ ജൂണിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് കുറച്ചതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇതൊക്കെയെല്ലാം സൗദിയുടെ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തത് മലയാളികൾ എന്ന് തന്നെ ഇതിൽ സംശയമില്ല. സ്വദേശവൽക്കരണം കടുപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ തൊഴിൽ നൈപുണ്യ പരീക്ഷയും ഏർപ്പെടുത്തി. ഇനി തൊഴിൽ ചെയ്യുന്നവർക്ക് ഇതെല്ലാം വലിയൊരു കടമ്പ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും മലയാളികൾ നേട്ടം കൊയ്യുന്നതിൽ പിന്നിലല്ല എന്നും സൗദി അറേബ്യയിൽ നിന്നും പുറത്തുവരുന്ന ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.